അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ നിൽക്കുന്നവരുടെ മൗനവും അസാന്നിധ്യവും യുദ്ധകാലത്ത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവായി മുജ്തബ ഖമേനി ചുമതലയേറ്റതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും അപരനാമത്തിലുള്ള ഒളിവ് ജീവിതത്തെക്കുറിച്ചും അന്താരാഷ്ട്ര തലത്തിൽ നിരവധി ഊഹാപോഹങ്ങളാണ് പ്രചരിച്ചത്. അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റെന്നും അദ്ദേഹം പൊതുവേദികളിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കുകയാണെന്നുമുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് ഒരു അപൂർവ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു അക്കാദമിക് സെക്ഷനിൽ വിദ്യാർത്ഥിയുടെ പ്രബന്ധം വിലയിരുത്തുന്ന മുജ്തബയുടെ ദൃശ്യങ്ങൾ ഭരണകേന്ദ്രം സജീവമാണെന്ന ശക്തമായ സന്ദേശമാണ് പുറം ലോകത്തിന് നൽകുന്നത്. വീഡിയോയിൽ 56-കാരനായ മുജ്തബ ഖമേനി ഒരു വിദ്യാർത്ഥി അവതരിപ്പിക്കുന്ന പ്രബന്ധം ശ്രദ്ധയോടെ കേൾക്കുന്നതും തുടർന്ന് അതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുന്നതുമാണ് കാണിക്കുന്നത്. എന്നാൽ ഈ വീഡിയോ ഏത് വേദിയിലാണ് എപ്പോഴാണ് ചിത്രീകരിച്ചതെന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിതിവിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല. അതിനാൽ തന്നെ ഇത് അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതിയുടെ പൂർണ്ണമായ തെളിവായി കാണാൻ സാധിക്കില്ലെങ്കിലും കടുത്ത സൈനിക സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടുന്ന ഇറാനെ സംബന്ധിച്ച് ഈ ദൃശ്യങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. നേതാവ് പൂർണ്ണമായും ആരോഗ്യവാനാണെന്നും രാജ്യത്തിന്റെ സുപ്രധാന തീരുമാനങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്നും ലോകത്തിന് കാട്ടിക്കൊടുക്കേണ്ടത് ഇറാനിയൻ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യകത കൂടിയാണ്. എന്തായാലും യഥാർത്ഥത്തിൽ ഇതിനെല്ലാം തുടക്കമിട്ട അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ക്രൂരമായ ആക്രമണങ്ങളിൽ പിതാവിനെ നഷ്ടപ്പെട്ട് കടുത്ത വെല്ലുവിളികൾക്കിടയിലൂടെ അധികാരത്തിലേക്ക് കയറിയ മുജ്തബ ഖമേനിയുടെ ഓരോ പൊതുദൃശ്യവും ഇനി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ സ്ഥിതിഗതികളെ നിയന്ത്രിക്കുന്ന നിർണായക സൂചകങ്ങളായി തന്നെ തുടരുമെന്നതിൽ സംശയമില്ല.